ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു ട്രെയിൻ സർവീസ് നടത്തുക നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ നാട്ടിൽ ട്രെയിൻ സർവീസ് എന്ന് കേട്ടാൽ വലിയ ബഹളമാണ്, വലിയ ആൾക്കൂട്ടമാണ്. ഒരു ട്രെയിൻ തന്നെ നമ്മുടെ അടുത്തൊക്കെ പല ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ രാവിലെ പോകുന്ന ട്രെയിനിലൊക്കെ തിക്കി തിരക്കി വലിയ ബഹളം ഉണ്ടാക്കി പോകുന്ന കാഴ്ചകളാണ് നമ്മളൊക്കെ കാണുന്നത്. നമ്മളുടെ ഇവിടുത്തെ ഒക്കെ മെമു സർവീസുകളും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ കൂടി ഇപ്പം ബോംബെയിലൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ബോംബെയിലൊക്കെ ഉള്ള ട്രെയിൻ സർവീസുകൾ അവിടെ ജോലി സ്ഥലത്തേക്കൊക്കെ പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ താമസിച്ചിട്ടുള്ള പലർക്കും അറിയാവുന്ന കാര്യമാണ്. അത്രയേറെ ദുസ്സഹമാണ് നമ്മുടെ അടുത്ത പല ട്രെയിൻ സർവീസുകളും. ട്രെയിനിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ വഹിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ട്രെയിൻ സർവീസുകൾ യാത്ര നടത്തുന്നത്. എന്നാൽ ഇത് രസകരമായൊരു കഥയാണ്. ജപ്പാനിലെ ഹൊക്കൈഡോ ദ്വീപിൽ ഒരാൾക്ക് വേണ്ടി മാത്രം ഒരു ട്രെയിൻ സർവീസ് നടത്തുക. ഹൊക്കൈഡോ ദ്വീപിലെ ക്യൂ ഷിരാദാഗി സ്റ്റേഷനാണ് ഈ അത്ഭുത കാഴ്ച നടക്കുന്നത്. അവിടുത്തെ ഒരു പെൺകുട്ടി, കനാഡെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പഠിക്കുന്നത് ടൗണിലെ സ്കൂളിലാണ്. ഈ ദ്വീപിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. 36 കുടുംബങ്ങൾ താമസിച്ചിരുന്ന ദ്വീപിൽ 2016 ശേഷം വലിയ ജനസംഖ്യയിൽ വലിയ കുറവുണ്ടായി. ജപ്പാനിലെ പൊതുവെയുള്ളൊരു അവസ്ഥ ഇപ്പോൾ അവിടെയുള്ള ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലും ദ്വീപുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ കൂടുതലായി നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം ഗ്രാമങ്ങളിലെ വീടുകളൊക്കെ കണ്ടമാനം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊന്നും ആളുകൾ താമസിക്കാനില്ല. അതുകൊണ്ട് വീടുകളെല്ലാം പലയിടത്തും ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒരു സമൂഹത്തിൽ, അങ്ങനെ ഒരു ദ്വീപിൽപ്പെട്ട ഒരു സ്ഥലമാണ് ക്യൂ ഷിരാദാഗി സ്റ്റേഷൻ. ഇവിടുത്തെ കാര്യമായ ഒരു പെൺകുട്ടി ട്രെയിനിലാണ് ടൗണിലെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. ഈ പെൺകുട്ടിക്ക് ഈ ട്രെയിൻ സർവീസ് നിർത്താൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ കുട്ടിക്ക് ടൗണിൽ പോയി പഠിക്കണം, ഈ ട്രെയിൻ അല്ലാതെ മറ്റു മാർഗമില്ല. ആ കുട്ടി റെയിൽവേ അധികൃതരോട് തൻ്റെ പരാതി പറഞ്ഞു. എനിക്ക് 3 വർഷം പഠിക്കണമെങ്കിൽ ഈ ട്രെയിനെ ആശ്രയിച്ചാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഈ ട്രെയിനില്ലെങ്കിൽ എൻ്റെ പഠനം മുടങ്ങുമെന്ന്. മറ്റു യാത്രക്കാരൊന്നുമില്ലെങ്കിലും ആ കുട്ടിയുടെ പഠനം മുടങ്ങരുത് എന്ന് കരുതി റെയിൽവേ അധികൃതർ ആ ട്രെയിൻ സർവീസ് നിലനിർത്താൻ തീരുമാനിച്ചു. സർവീസ് വളരെ നഷ്ടമാണെങ്കിലും ഒരു കുട്ടിയുടെ പഠനമാണ് അതിനേക്കാൾ വലുതെന്ന് അവിടുത്തെ റെയിൽവേ അധികൃതർക്ക് തോന്നി. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ കുട്ടിക്ക് പഠിക്കാനുള്ള അവസരം ആ ട്രെയിൻ സർവീസ് കൊണ്ട് ഉണ്ടായി എന്നുള്ള വാസ്തവം. ലോകത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന ഒരു നല്ലൊരു സന്ദേശമാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ റെയിൽവേ അധികൃതരുടെ ഭാഗത്ത് നമുക്കുണ്ടായിരിക്കുന്നത്. വളരെ നമ്മൾക്ക് കേട്ട് പഠിക്കേണ്ട, നമ്മുടെയൊക്കെ പല ആളുകളും മാതൃകയാക്കേണ്ട ഒരു പാഠം. ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം ഒരു ട്രെയിൻ സർവീസ്, മിക്ക ദിവസവും ആ കുട്ടി മാത്രമേ ഉള്ളൂ ആ ട്രെയിനിൽ യാത്ര ചെയ്യാനെന്ന് പറഞ്ഞാൽ. രാവിലെ ആ കുട്ടിയെ കൊണ്ട് അവിടെ ടൗണിൽ വിട്ടിട്ട് വൈകുന്നേരം ആ കുട്ടി പോരുന്ന സമയത്ത് ആ ട്രെയിൻ ആ കുട്ടിയെ തിരിച്ചുകൊണ്ട് ഇറക്കി മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ജപ്പാനിലെ ക്യൂ ഷിരാദാഗി ദ്വീപിൽ ഉണ്ട് എന്നത് ലോകത്ത് തന്നെ അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ്.